അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു മഹത്തായ അറിവാണ് പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ സുബഹി നിസ്കാര ശേഷം ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം കാണും ഇൻഷാ അല്ലാഹ്. ഭയം, അനാവശ്യമായ ഉത്കണ്ഠ, അല്ലെങ്കിൽ മടി, തളർച്ച, ലൈംഗികമായിട്ടുള്ള തളർച്ച, അല്ലെങ്കിൽ റൂഹാനിയുടെ ശല്യം, ഇതൊക്കെ മാറാൻ, ഇതിന് പുറമെ നമ്മൾ പങ്കെടുക്കുന്ന മത്സരങ്ങളിലൊക്കെ വിജയിക്കുവാൻ, ഹൃദയം തെളിഞ്ഞു വരാനും മഹാനായ നാസിരി ഇമാം നമുക്ക് പറഞ്ഞു തന്ന ഒരറിവ്. ഇത് കൃത്യമായി ചെയ്താൽ മേൽ പറഞ്ഞത് എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കും. നല്ല മനോധൈര്യം, മനസ്സിന് നല്ല ശക്തി കിട്ടും, ശരീരത്തിന് നല്ല ശക്തി കിട്ടും, നല്ല ശരീരം നല്ല പുഷ്ടിപ്പെടുകയും ചെയ്യും. മെലിഞ്ഞ ആളുകളാണെങ്കിൽ ആ ഉദ്ദേശം വെച്ച് ചെല്ലിയാൽ ശരീരം നല്ല പുഷ്ടിപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്തെല്ലാമാണ് ഗുണങ്ങൾ? ശരീരം പുഷ്ടിപ്പെടും, ഹൃദയം തെളിഞ്ഞു വരും, പങ്കെടുക്കുന്ന മത്സരങ്ങളിലൊക്കെ വിജയിക്കും, രോഗങ്ങൾ മാറും, റൂഹാനിയുടെ ശല്യം നീങ്ങും, അനാവശ്യമായ ഭയം, ഉത്കണ്ഠ നീങ്ങും, സംയോഗ തളർച്ച നീങ്ങും, മടി നീങ്ങും. ഇതൊക്കെ നമുക്ക് ഒറ്റൊരു ഇസ്മ, ശരീരത്തിന് നല്ല മനക്കെട്ടി, മനസ്സിന് നല്ല ധൈര്യം, അപാരമായ ധൈര്യം കൈവരും ഈ 2 ദിക്റുകൾ ചൊല്ലിയാൽ. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ 2 നാമങ്ങൾ നമുക്കൊക്കെ അറിയാം. യാ ഖവിയ്യു യാ മതീൻ, യാ ഖവിയ്യു യാ മതീൻ എന്ന് 130 തവണ സുബ്ഹി നിസ്കാര ശേഷം വെള്ളത്തിൽ ഓതി കുടിക്കുക, അല്ലെങ്കിൽ ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവരെ ഓതി കുടിക്കാൻ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.